Iran possessing kamikaze dolphins have been circulating for at least... And I can't confirm or deny whether we have kamikaze dolphins, but I can confirm they don't. The Persians want to strap mines to dolphins to weaponize the strait. Attack American warships with mine-carrying dolphins. The Wall Street Journal reports that Iranian officials are exploring the use of dolphins equipped with mines. ഇറാന്റെ നേവി വളരെ ഭാവനാസമ്പന്നമാണ്. വലിയ ആയുധങ്ങൾ തങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ മൂർച്ചയുള്ള ചെറിയ ആയുധങ്ങൾ സമാഹരിക്കാനാണ് കഴിഞ്ഞ 30-ലേറെ വർഷമായി ഇറാൻ ശ്രമിച്ചത്. വലിയ വലിപ്പമില്ലെങ്കിലും വെള്ളത്തിലൂടെ പറന്നു നടന്നാക്രമിക്കുന്ന മോസ്കിറ്റോ ബോട്ടുകൾ എന്ന് വിളിക്കുന്ന കില്ലർ ഡ്രോൺ ബോട്ടുകൾ, കോസ്റ്റൽ മിസൈലുകൾ, അരമണിക്കൂർ കൊണ്ട് ഹോർമുസിൽ 1.5 ലക്ഷം നാവിക മൈനുകൾ വിന്യസിക്കാൻ ശേഷിയുള്ള ഡിസ്ട്രോയറുകൾ, ഇതൊക്കെയാണ് ഇറാന്റെ നാവിക കുന്തമനകൾ. അവിടെയാണ് മിലിറ്ററി ഡോൾഫിനുകളെന്നും കമിക്കാസെ ഡോൾഫിനുകളെന്നും ചാവേർ ഡോൾഫിനുകളും എന്നെല്ലാം വിളിപ്പേരുള്ള കടൽ സസ്തനികളുടെ കടന്നുവരവ്. കഴിഞ്ഞ മാസം 26-ന് വാൾസ്ട്രീറ്റ് ജേണലിലാണ് ഇറാന്റെ മിലിറ്ററി ഡോൾഫിനുകളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. ഇന്റലിജൻസ് ചോർച്ചയിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പറഞ്ഞെങ്കിലും അതൊരു സാധ്യത മാത്രമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. എന്താണ് മിലിറ്ററി ഡോൾഫിനുകൾ? ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള സസ്തനികളിൽ ഒന്നാണ് ഡോൾഫിനുകൾ. എക്കോലൊക്കേഷൻ, ഫോർമേഷനുള്ള കഴിവ്, പരിശീലിപ്പിച്ചാൽ എന്തും വശത്താക്കുന്ന ഇണക്കം, അങ്ങനെ അവയ്ക്ക് സ്വാഭാവികമായ പല കഴിവുകളുമുണ്ട്. നിലവിൽ ഓസ്ട്രേലിയൻ നേവി പോലുള്ളവ ഡോൾഫിനുകളെ തീരക്കടലിലെ രക്ഷാപ്രവർത്തനത്തിനടക്കം പരിശീലനം നൽകി നിയോഗിച്ചിട്ടുമുണ്ട്. അപ്പോഴും തുറന്ന യുദ്ധത്തിൽ നിന്ന് എല്ലാവരും അവയെ മാറ്റി നിർത്തി. വാൾസ്ട്രീറ്റ് ജേണൽ നൽകിയ വിവരങ്ങൾ പ്രകാരം ഇറാൻ ഡോൾഫിനുകളെ 3-ലേറെ നാവിക ജോലികൾക്കായി പരിശീലിപ്പിച്ചിട്ടുണ്ട്. റെസ്ക്യൂ മിഷൻ, ആയുധങ്ങളുടെ ഡെലിവറി, ഷിപ്പിംഗ് വെസലുകളെ നേരിട്ട് ആക്രമിക്കൽ എന്നിവ. 5 തരം ഡോൾഫിനുകളാണ് പേർഷ്യൻ ഗൾഫിലും ഗൾഫ് ഓഫ് ഒമാനിലും കണ്ടുവരുന്നത്. ഇൻഡോ പസഫിക് ഹംബാഗ് ഡോൾഫിനുകൾ, ബോട്ടിൽ നോട്ട് ഡോൾഫിൻസ്, ലോങ് ബീക്ഡ് കോമൺ ഡോൾഫിൻസ്, റിസോഴ്സ് ഡോൾഫിൻസ്, ഫിൻലെസ് പോർപോയ്സ് എന്നിവ. എന്നാൽ വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പേർഷ്യൻ ഗൾഫിലെ ഡോൾഫിനുകളെ പിടികൂടി ഇറാൻ നേവി പരിശീലിപ്പിച്ചിട്ടില്ല. പകരം റഷ്യയിൽ നിന്നും ട്രെയിൻ ചെയ്ത മിലിറ്ററി ഡോൾഫിനുകളെ വാങ്ങുകയായിരുന്നു. 1960-ൽ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ക്രിമിയയിലെ സെവാസ്റ്റോപോൾ ഓഷ്യനേറിയത്തിൽ ഡോൾഫിനുകളെ സൈനിക ആവശ്യങ്ങൾക്ക് പരിശീലിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഐതിഹാസിക യുദ്ധവീരനായ ബോറിസ് റൂറിഡാണ് അതിന് നേതൃത്വം നൽകിയത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഈ പദ്ധതി ഏറെ നാൾ ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ സംഘർഷ മേഖലകളിൽ ഇവയ്ക്ക് ആവശ്യക്കാരുണ്ടെന്ന് തെളിഞ്ഞതോടെ സെവാസ്റ്റോപോൾ ഓഷ്യനേറിയത്തിൽ ചാവേർ ഡോൾഫിനുകളെ പരിശീലിപ്പിക്കുന്നത് പുനരാരംഭിച്ചു. ഇൻഡോ പസഫിക് ബോട്ടിൽ നോസ് ഡോൾഫിനുകളെയാണ് റഷ്യ പരിശീലിപ്പിച്ച് ഇറാന് വിറ്റതെന്ന് ഇന്റലിജൻസ് രേഖകളിലുണ്ട്. അതിന് കാരണമുണ്ട്. ഇവയുടെ സ്വാഭാവിക സോണാർ ശേഷി അതിഗംഭീരമാണ്. ഒരു ഗോൾഫ് ബോളും ടേബിൾ ടെന്നീസ് ബോളും ഇവയുടെ 1/2 കിലോമീറ്റർ ദൂരെ വെള്ളത്തിലിട്ടാൽ പോലും അതിൻ്റെ വലിപ്പം സോണാർ തരംഗങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് അത് ഏത് പന്താണെന്ന് വിവരം നൽകാൻ ഇൻഡോ പസഫിക് ബോട്ടിൽ നോസ് ഡോൾഫിനുകൾക്ക് സാധിക്കും. കപ്പലുകൾക്ക് ഭീഷണിയായ മൈനുകൾ കണ്ടെത്താൻ ഈ ശേഷി 1-ാം തരമാണ്. ഇവ മനുഷ്യരുമായി ആഴത്തിലിണങ്ങും, കരിങ്കടലിലെ ഉഷ്ണജലത്തിലും അതിജീവിക്കും. ഇതിനൊപ്പം ബെലൂഗ തിമിംഗലങ്ങളെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീലുകളെയും സൈനികാവശ്യത്തിനായി സെവാസ്റ്റോപോൾ ഓഷ്യനേറിയത്തിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി ഇറാൻ അറിയാമായിരുന്നു. കയ്യിലുള്ള വജ്രായുധമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം. അതിന് ആദ്യം ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കണം. അന്തർവാഹിനികളെയും മൈൻ വിതറുന്ന കപ്പലുകളെയും അണ്ടർ വാട്ടർ ഡ്രോണുകളെയും കണ്ടെത്താൻ റഷ്യ നൽകിയ ഡോൾഫിനുകൾ ഇറാനെ സഹായിക്കും. മെക്കാനിക്കൽ സോണാർ സിസ്റ്റങ്ങൾ പോലെയല്ല ഡോൾഫിനുകൾക്ക് ഏത് പ്രക്ഷുബ്ധമായ കടലിലും പ്രവർത്തിക്കാൻ കഴിയും. ഹോർമുസ് കടലിടുക്ക് പോലെ ആഴം കുറഞ്ഞ തീരദേശ ജലത്തിൽ മിലിറ്ററി സോണാറുകൾ പലപ്പോഴും കടൽ തീരത്തു നിന്നും ഉപരിതലത്തിൽ നിന്നുമുള്ള സിഗ്നൽ പൊല്യൂഷൻ കാരണം പണിമുടക്കും. എന്നാൽ ഡോൾഫിനുകൾക്ക് ഈ അക്കൂസ്റ്റിക് ശബ്ദം ഫിൽട്ടർ ചെയ്യാനും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. ഡോൾഫിനുകൾ കടലിലിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ബോയകൾ ഉപയോഗിച്ച് അണ്ടർ വാട്ടർ മൈനുകളുടെ സ്ഥാനം അടയാളപ്പെടുത്തും. നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയും. ഇത് നിർദോഷമെന്ന് തോന്നിക്കുന്ന നിരീക്ഷണം മാത്രമാണെങ്കിലും ഡോൾഫിനുകളെ നേരിട്ട് ആക്രമണത്തിന് നിയോഗിക്കാനും ഇറാൻ നേവി സജ്ജമാണെന്ന് CNN അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഡോൾഫിനുകൾക്ക് വലിയ വേഗതയിൽ നീന്താൻ കഴിയും. മണിക്കൂറിൽ 30 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ വരെ. ഡോൾഫിനുകളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവച്ച് അന്തർവാഹിനികളിലും കപ്പലുകളുടെ ഹള്ളിലും ഇടിച്ച് കയറ്റുക എന്നതാണ് ഹീനമെന്ന് തോന്നുന്ന ചാവേർ യുദ്ധശൈലി. അതാണ് മിലിറ്ററി ഡോൾഫിനുകളെ കമിക്കാസെ ഡോൾഫിനുകൾ എന്ന് വിളിക്കുന്നത്. 2-ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ അവതരിപ്പിച്ച യുദ്ധശൈലിയാണ് കമിക്കാസെ. നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വിമാനങ്ങൾ ഒരു പൈലറ്റ് പറത്തിക്കൊണ്ടുവന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലേക്ക് ഇടിച്ചിറക്കുന്ന യുദ്ധരീതിയാണിത്. ഇവിടെ യുദ്ധവിമാനത്തിലെ ജാപ്പനീസ് പൈലറ്റ് കൊല്ലപ്പെടും, പക്ഷേ അമേരിക്കൻ കപ്പലുകൾ മുങ്ങും. കമിക്കാസെ പൈലറ്റാകാൻ ജപ്പാൻ തങ്ങളുടെ വ്യോമസേനയിൽ നിന്നും ചാവേറുകളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നൽകി. അവർക്ക് വലിയ രക്തസാക്ഷി പരിവേഷമാണ് രാജ്യത്ത് ലഭിക്കുക. 2-ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ 13-ലേറെ ഫ്ലീറ്റുകൾക്ക് നാശമുണ്ടാക്കാൻ ജാപ്പനീസ് കമിക്കാസെ ചാവേർ പൈലറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യനല്ല, ഡോൾഫിനുകളാണ് കമിക്കാസെകൾ. ഡോൾഫിനുകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല.
മനുഷ്യരെ ഉപദ്രവിക്കാൻ അവയെ പരിശീലിപ്പിക്കുന്നതിന് അവയുടെ സാധാരണ സാമൂഹിക പെരുമാറ്റത്തിന് വിരുദ്ധമായ കണ്ടീഷനിങ് വേണം. അതാണ് റഷ്യക്കാർ നൽകിയത്. ഡോൾഫിനുകളെ ആക്റ്റീവായ യുദ്ധമുഖങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാദ്യമായല്ല. ഇറാനല്ല ഇത് തുടങ്ങിയത്. US മറൈനുകളുടെ റെസ്ക്യൂ ആൻഡ് ഡിറ്റക്ഷൻ ഓപ്പറേഷനുകളുടെ ഭാഗമാണ് ഡോൾഫിനുകളും ബെലൂഗ തിമിംഗലങ്ങളും. അമേരിക്കൻ നാവികസേനയുടെ മറൈൻ മാമൽ പ്രോഗ്രാം ലോക പ്രശസ്തമാണ്. 1959 ആരംഭിച്ച ഈ പദ്ധതി ഇന്നും സജീവമായുണ്ട്. കടലിനടിയിലുള്ള മൈനുകൾ കണ്ടെത്തുക, ശത്രുരാജ്യങ്ങളുടെ മുങ്ങൽ വിദഗ്ധരെ തിരിച്ചറിയുക, കടലിൽ നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് ഇവയുടെ പ്രധാന ജോലി. കാലിഫോർണിയയിലെ സാന്റിയാഗോയിലാണ് അമേരിക്കൻ നാവികസേന തങ്ങളുടെ ഡോൾഫിനുകളെ പരിശീലിപ്പിക്കുന്നത്. സോവിയറ്റ് യൂണിയന് പരിശീലനം ലഭിച്ച മാമൽ ഫ്ലീറ്റ് തന്നെ ഉണ്ടായിരുന്നു. നോർത്ത് കൊറിയയിലും ഇസ്രായേലിലും ഡോൾഫിനുകളെ യുദ്ധമുഖങ്ങളിലെ സേവനത്തിന് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഡോൾഫിനുകളെ ഉപയോഗിച്ചാണ് ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതെന്ന് പക്ഷേ ലോകം വിശ്വസിച്ചിട്ടില്ല. അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞത് ഇറാൻ അത്തരത്തിലൊരു യുദ്ധരീതി വശമില്ലെന്നും അവരുടെ കയ്യിൽ പരിശീലനം ലഭിച്ച ഡോൾഫിനുകളൊന്നും ഇല്ലെന്നുമാണ്. എന്നാൽ 2001 ഇറാൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും മിലിറ്ററി ഡോൾഫിനുകളെ വാങ്ങിയ കണക്ക് കാണിച്ചാണ് മാധ്യമങ്ങൾ ഈ പരാമർശത്തെ വെല്ലുവിളിച്ചത്. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ ഡോൾഫിനുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുകയെന്ന വാർ മാപ്പിംഗ് പോലും മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലും ഒരു ഇൻവിസിബിൾ ബൗണ്ടറി കടക്കുന്നുണ്ട്. ഈ ബൗണ്ടറി ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. മനുഷ്യർക്ക് അത് കാണാനാവില്ല, ഡോൾഫിനുകൾക്ക് അത് വ്യക്തവുമാണ്. തീരത്തോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന സോണാർ സെൻസറുകളും ഡോൾഫിനുകളുടെ സ്വന്തം എക്കോലൊക്കേഷൻ സിദ്ധിയും ചേർന്നാണ് ഈ സുരക്ഷാ വലയം ഒരുക്കുന്നത്. ഒരു സബ്മറൈൻ അല്ലെങ്കിൽ ഡൈവർ ഈ മേഖലയിലേക്ക് കടന്നാൽ അടുത്തുള്ള ഡോൾഫിൻ യൂണിറ്റ് ഉടൻ സജീവമാകും. ഡോൾഫിനുകൾ ചെറിയ ഗ്രൂപ്പുകളായി പട്രോൾ ചെയ്യും. ഓരോ ഗ്രൂപ്പും 3 മുതൽ 5 വരെ ഡോൾഫിനുകൾ അടങ്ങിയതാണ്. ഇവ മനുഷ്യരെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കില്ല. പക്ഷേ പരിശീലനം കൊണ്ട് ചില പ്രത്യേക സിഗ്നലുകൾ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് അവയ്ക്ക് വ്യക്തമാണ്. ഒരു വാണിജ്യ കപ്പൽ പതിവ് റൂട്ടിൽ നിന്ന് അല്പം മാറി സഞ്ചരിക്കുന്നത് നോക്കുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും സംശയാസ്പദമല്ല, പക്ഷേ വെള്ളത്തിനടിയിൽ അതിന്റെ പ്രൊപ്പല്ലർ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡോൾഫിൻ പട്രോൾ യൂണിറ്റ് അത് കണ്ടെത്തുന്നു, ശബ്ദത്തിന്റെ പാറ്റേൺ പരിശോധിക്കുന്നു, കപ്പലിന്റെ അടിഭാഗം സ്കാൻ ചെയ്യുന്നു. ഡോൾഫിൻ ഉടൻ സിഗ്നൽ അയക്കുന്നു, റെസ്പോൺസ് യൂണിറ്റ് സജീവമാകുന്നു. ഇതിപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത്. കാരണം അമേരിക്കൻ സാറ്റലൈറ്റുകൾ എത്ര സ്കാൻ ചെയ്തിട്ടും ഇറാൻ ഹോർമുസ് കടലിടുക്കിന്റെ കരയിലെങ്ങും വലിയ സോണാർ റഡാർ സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ലക്ഷണമില്ല. അവരെങ്ങനെ കപ്പലുകളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ്. ഹോർമൂസിന്റെ 75 നോട്ടിക്കൽ മൈൽ പരിധിയിലേക്ക് പോലും അമേരിക്കൻ അന്തർവാഹിനികൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. റഷ്യയിലെ ക്രിമിയയിൽ സെവാസ്റ്റോപോൾ ഓഷ്യനേറിയത്തിൽ നിന്ന് ഇറാനിലെ കിഷ് ഐലൻഡിലേക്ക് കൊണ്ടുവരുന്ന മിലിറ്ററി ഡോൾഫിനുകൾ അവിടെ ആവശ്യമായ സെൻസറുകൾ ഘടിപ്പിച്ച ശേഷം ഹോർമുസ് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും മാധ്യമങ്ങൾ ഊഹാപോഹം നിരത്തുന്നു. ഒരു ഡോൾഫിന് 3 നാവികസേനാംഗങ്ങൾ എന്ന രീതിയിൽ മൊസ്കിറ്റോ ബോട്ടുകളിലാണ് ഇവയെ സ്പെഷ്യൽ മിഷനുകൾക്ക് നിയോഗിക്കുന്നത്. നിലവിലെ അവസ്ഥ എന്താണ്? ഹോർമൂസ് പതിയെ ശാന്തമാവുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്ന് 2026 മെയ് 6 പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കുമെന്നറിയിച്ചിട്ടുണ്ട്. കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് വാണിജ്യ കപ്പലുകളെയും 1000 കണക്കിന് നാവികരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം മിഷൻ പുരോഗമിക്കുന്നു. നിലവിൽ അമേരിക്കൻ സൈന്യം കപ്പലുകൾക്ക് നേരിട്ട് അകമ്പടി സേവിക്കുന്നതിന് പകരം കോർഡിനേഷൻ ആൻഡ് ഗൈഡൻസ് പിന്തുണയാണ് നൽകുന്നത്. അതേസമയം തന്നെ കടലിടുക്കിലെ പഴയ കപ്പൽച്ചാലുകളിൽ മൈനുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒമാന്റെ സമുദ്രാതിർത്തിയിലൂടെയുള്ള പുതിയ പാത ഉപയോഗിക്കാൻ കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മൈനുകൾ ക്ലിയർ ചെയ്യുന്നത് ദുഷ്കരമായ പണിയാണ്. ഒരുപക്ഷെ ഹോർമൂസിന്റെ നാഡീ ഞരമ്പിൽ ഇതുവരെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന കമിക്കാസെ ഡോൾഫിനുകൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ടാകും, അവിടവും സുരക്ഷിതമാക്കാൻ.